അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റൽ റൂമിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു രോഗി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രോഗിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്? അപ്പോൾ ഈ രോഗിക്ക് ഭയങ്കരമായിട്ടുള്ള സന്ധിവേദനയുണ്ട്, അതുപോലെ തന്നെ പനിയുണ്ട്, മലബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ഡോക്ടർ ആദ്യം എഴുതുന്ന ടെസ്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റായിട്ടും ESR. അപ്പോൾ എന്താണ് ESR? എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നതാണ് ESR. അപ്പോൾ ESR എന്നൊരു ടേം നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു ടേം ആയിരിക്കും, അത്ര ഒരു അപരിചിതനൊന്നും അല്ല അല്ലേ? അപ്പോൾ എന്താണ് ESR? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോരൊക്കെ ഉണ്ടാക്കില്ലേ? അപ്പോൾ മോര് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളത് അനക്കാതെ വെച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ആ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ താഴെ അടിയുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഒരു 5 ml ഒന്ന് എടുക്കുകയാണ്, അതിൻ്റെ കൂടെ ആൻറ്റികോയാഗുലൻ്റ് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്തിനാണ് ഈ ആൻറ്റികോയാഗുലൻ്റ് ആഡ് ചെയ്യുന്നത്? ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അനക്കാതെ വെക്കുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾക്ക് കുറച്ച് പ്രോട്ടീൻസ് കൂടെ അടങ്ങിയിട്ടുണ്ട്, ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഇൻസൊല്യൂബിൾ പ്രോട്ടീനും റെഡ് ബ്ലഡ് സെൽസൂടെ താഴെ വന്ന് അടിയുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാൽക്കുലേഷനാണ് ESR വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ കണ്ടീഷനിലാണ് ESR വാല്യൂ കയറി വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ? അപ്പം നമുക്കറിയാൻ പറ്റും, ഇവിടെ ESR വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒടിവോ ചതവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അബ്നോർമൽ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പനിയോ ഒരു വൈറൽ ഫീവറോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ESR വാല്യൂ കയറി നിൽക്കുന്നു. പക്ഷേ ഇത് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം കയറി നിൽക്കുമ്പോഴാണ് ഇതൊരു അപകടകാരി എന്ന് പറയാൻ പറ്റുക. ഇനി നമ്മുടെ പ്രായം അനുസരിച്ചിട്ടായാലും ESR വാല്യൂവിൽ മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ 25 വയസ്സ് ESR വാല്യൂ നോർമലാണ്. അപ്പം നിങ്ങൾക്ക് ഒരു 70 വയസ്സാണെങ്കിലോ 35 ESR വാല്യൂ നോർമലാണ്. ഇനി എപ്പോഴാണ് ഇതൊരു രോഗകാരിയായി തീരുന്നത്? അപ്പം നമുക്ക് ലേഡീസിൻ്റെ ശരീരാവസ്ഥയും ജെൻസിൻ്റെ ശരീരാവസ്ഥയും നോക്കുമ്പോൾ ലേഡീസിൻ്റെ ശരീരം പൊതുവെ സെൻസിറ്റീവാണ്. അപ്പോൾ എന്ത് ഇൻഫെക്ഷനും എന്ത് ഇൻഫ്ലമേഷനും ലേഡീസിൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേഡീസിൻ്റെ പീരിയഡ്സ് ടൈമിൽ, അതായത് മാസമുറ സമയത്ത്, ഇനി ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഇനി അത് മാത്രമല്ല മിക്കവാറുള്ള എല്ലാ ലേഡീസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ വാല്യൂ കുറവായിരിക്കും, 7, 8 ആ ഒരു ലെവലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 3 അവസ്ഥയിലും ESR വാല്യൂ കയറിയായിരിക്കും നിൽക്കുക. ഇനി നിങ്ങൾക്കൊരു പനി വന്നു എന്നിരിക്കട്ടെ, ആ സമയത്ത് ചിലപ്പം വൈറൽ ഫീവർ ആണ് എങ്കിൽ 80 തൊട്ട് 90 വരെയൊക്കെ നമ്മുടെ ESR വാല്യൂ കയറിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും ESR വാല്യൂ താഴോട്ട് വന്നില്ലെങ്കിൽ അത് നമുക്ക് പല രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ആമവാദമായിരിക്കാം, SLE ആയിരിക്കാം, തൈറോയിഡ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രോൺസ് ഡിസീസ്, IBS, ഇങ്ങനത്തെ പല അവസ്ഥകളിലും നമ്മുടെ ESR വാല്യൂ കയറി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒടിവോ ചതവോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ESR വാല്യൂ കയറി നിൽക്കുന്നു. അപ്പോൾ ESR വാല്യൂ കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പേടിക്കേണ്ട കാര്യത്തെക്കാട്ടി കൂടുതൽ നമ്മളുടെ ആഹാര ജീവിത രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആഹാര ജീവിത രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക? ഒന്ന്, ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല റെസ്റ്റ് വേണം. അപ്പം നമ്മൾ നേരത്തെ തന്നെ കിടക്കുക വളരെ അത്യാവശ്യമാണ്. നമ്മൾ രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയത്തില്ല. ഓക്കെ, ഇപ്പോൾ രാവിലെ നമുക്ക് എന്നാലും ഒരു 7 മണി, ഒരു 7:30 ആ ഒരു സമയത്തെങ്കിലും നമ്മൾ എഴുന്നേക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇനി എഴുന്നേറ്റാൽ മാത്രം പോരാ, വ്യായാമം ചെയ്യണം. ഒരുപാട് പേര് പറയുന്നത് കേട്ടു, ഞാൻ 30 മിനിറ്റ് നടക്കാറുണ്ട്, ഞാൻ കിലോമീറ്ററുകൾ നടക്കാറുണ്ട്. ഈ കിലോമീറ്റർ നടക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ കാലിലാണ് നമ്മൾ കുറച്ചുകൂടി ഒരു ആയാസം കൊടുക്കുന്നത്. അതിനെ വ്യായാമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഈ ഫുൾ ജോയിൻസും അനങ്ങുന്ന രീതിയിൽ അതിനൊരു ആയാസം കിട്ടുന്ന രീതിയിലുള്ളതാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ആമവാദം പോലുള്ള അസുഖം വന്നിട്ടുള്ളവർക്ക് അറിയാമല്ലേ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നീര്, പിടുത്തം, ഇതൊക്കെ പറയാറുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കൈ നോക്കാൻ പറ്റുന്നത്, ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിൻസിന് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ഡെഫിനറ്റായിട്ടും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം അങ്ങനെ നമ്മൾ അതിന് വ്യായാമം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക്
കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മളുടെ ഒരു ജോയിൻസൊക്കെ ഫ്രീ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു ആഹാര രീതിയും കൂടെ ഉണ്ടെങ്കിൽ ESR വാല്യൂ കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം? ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ഫുഡ്. ഓക്കെ, അപ്പം ഫാസ്റ്റ് ഫുഡ് ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞോട്ട് പ്രോസസ്ഡ് ഫുഡ്, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ, അതുപോലെ തന്നെ ഈ ഒരുപാട് അച്ചാർ, തൈര്, പിന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ചില ആഹാരങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ബിരിയാണി, അൽഫാം, ഇതൊക്കെ ഈ ഒരു സമയത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ കയറി തന്നെയാവും നിൽക്കുക. അപ്പോൾ ഇത് കയറി നിൽക്കുന്നതിൽ നിന്നുള്ളതല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കൂടെയാണ് അത് ഹാനികരമായിട്ട് ബാധിക്കുന്നത്. എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ESR വാല്യൂ. അപ്പം ഇതിൽ നമുക്ക് ഈ രോഗം ESR വാല്യൂ കൊണ്ട് മാത്രം നമ്മൾ അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു, പല ടെസ്റ്റുകളും, ഈ രോഗം എന്താ നമുക്ക് നിർണ്ണയിക്കണമല്ലോ, അപ്പോൾ ഈ രോഗം എന്താ നിർണ്ണയിക്കാൻ വേണ്ടി പല ടെസ്റ്റുകളും ഡോക്ടർമാർ എഴുതാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വ്യായാമം വളരെ അത്യാവശ്യമാണ്. ഇനി ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, പ്രോസസ്ഡ് ഫുഡ്, ഇൻഫ്ലമേറ്ററി ഫുഡ്, ദഹിക്കാൻ പാടുള്ള ആഹാര വസ്തുക്കൾ, അതുപോലെ തന്നെ തൈര്, ടീ, കോഫി, ഇതൊക്കെ തന്നെ ആയാലും നമ്മുടെ ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയാണ് ചെയ്യുക. അതായത് ദഹന പ്രക്രിയ മന്ദഗതിയിലാക്കുന്ന ആഹാര വിഹാരങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ ഒരു നീര് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരു ഡ്രിങ്ക് നോക്കിയാലോ. അപ്പം നമുക്ക് കുറച്ച് ഞെരിഞ്ഞിൽ, ചിറ്റമൃത്, കല്ലൂർ വഞ്ചിവേര്, അപ്പം ഞെരിഞ്ഞിൽ, ചിറ്റമൃത്, കല്ലൂർ വഞ്ചിവേര്, അതുപോലെ തന്നെ തഴുതാമ, അപ്പോൾ ഇതെല്ലാം കൂടെ 200 ഗ്രാം പൊടിച്ചെടുത്തിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. എന്നിട്ട് അത് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് 1/2 ഗ്ലാസ് രാവിലെ, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വൈകിട്ട് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മാത്രമായിട്ടല്ല, ഇപ്പോൾ ഡോക്ടർമാർ എനിക്ക് ഏതെങ്കിലും മരുന്നുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആഹാര വിഹാരവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് തന്നെ ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നീര് കൂട്ടുന്നതായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസസിന് മുൻതൂക്കം കൊടുക്കുക, നന്നായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എന്ത് രോഗം വന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ജീവിതം തീർന്നോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഒരു പരീക്ഷണഘട്ടമാണ്. ഈ ഒരു പരീക്ഷണഘട്ടം താണ്ടി ഞാൻ ആരോഗ്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏത് രോഗാവസ്ഥയും തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം.